വളരെ സജീവമായിട്ട് രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹമാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി വാങ്ങിച്ചു കൊടുത്തത്, സിവിൽ ഏവിയേഷന്റെ അനുമതി വാങ്ങിച്ചു കൊടുത്തത്. പക്ഷെ പരിസ്ഥിതി മന്ത്രാലയം മാത്രം ഇതുവരെ അനുമതി കൊടുത്തിട്ടില്ല. ഈ സമ്മർദ്ദങ്ങളെല്ലാം ഉണ്ടായിരുന്നിട്ട് പരിസ്ഥിതി മന്ത്രാലയം ഇതേവരെ അനുമതി കൊടുത്തിട്ടില്ല. ആണല്ലോ, സന്നദ്ധമല്ല. 10% എടുത്തു കഴിഞ്ഞു. 10% എടുക്കാൻ ഓർഡറുണ്ട്, നോട്ടിഫിക്കേഷൻ എന്തെങ്കിലുണ്ട്. നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തു, 10% എടുത്തു. പക്ഷെ എന്തുകൊണ്ട് KM മാണി ബജറ്റിൽ 10% സർക്കാർ എടുത്ത കാര്യം പറഞ്ഞില്ല? അത് ഫൈനാൻഷ്യൽ കാര്യം. ഈ കേരളത്തിന്റെ ഫൈനാൻസുമായി സാമ്പത്തികമായ ഒരു കാര്യത്തിൽ 10% ഷെയർ എടുത്ത സർക്കാരിന്റെ കാര്യം അത് ബജറ്റിൽ സൂചിപ്പിക്കേണ്ടതല്ല, പറയേണ്ടതല്ല. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ കള്ളക്കളികൾ ധാരാളമുണ്ട്. ഇതിന്റെ അകത്ത് ചില ആളുകൾ ഈ വിമാനത്താവള കമ്പനിയുടെ ഉപകരണങ്ങളായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എൻവയോൺമെന്റ് മിനിസ്ട്രിയുടെ ക്ലിയറൻസ് കിട്ടാത്ത ഒരു വിമാനത്താവള കമ്പനിക്ക് അനുമതി കൊടുത്തു എന്ന് രാഷ്ട്രപതി എങ്ങനെ പറയും? എൻവയോൺമെന്റ് മിനിസ്റ്റർ ഇന്നേ വരെ അനുമതി കൊടുത്തില്ല ഏത് പ്രോജക്റ്റിനും. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താ? ഇന്നലെ ഇനി മുതൽ പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട് ഉള്ള പദ്ധതിക്ക് മാത്രമേ അനുമതി കൊടുക്കുള്ളൂ എന്നാണ്. എപ്പോഴും പറയുന്ന എവിടെയുണ്ടോ പാരിസ്ഥിതിക ആഘാത പഠന റിപ്പോർട്ട് നടത്തിയിട്ടുണ്ടോ? പഠനം നടത്തിയിട്ടുണ്ടോ? എൻവയോൺമെന്റ് മിനിസ്ട്രി ക്ലിയറൻസ് കൊടുത്തിട്ടില്ല. പക്ഷേ രാഷ്ട്രപതി ഇത് പറയുകയാണ്. നമ്മുടെ നാട്, ഈ നാട്ടിലെ ജനങ്ങൾ ലജ്ജിക്കല്ലാതെ ഇങ്ങനൊരു രാഷ്ട്രപതി നമുക്ക് ഉണ്ടായിപ്പോയല്ലോ. ഇപ്പൊ ഇതൊക്കെ ഭാവിയില വിമാനത്താവളത്തിൽ വിമാനം ഇതുവരെ പോകുന്നത് അവിടുത്തെ MLA വലുതും പറയും. ഈ MLA തന്നെ ഇതിന് വിമാനത്താവളത്തിനെതിരായിരുന്നു. ഇതിനു മുമ്പ് ഇതിനെതിരെ പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഒരാളാണ്.